നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ സത്യസന്ധമായും വിശ്വസ്തയോടുകൂടിയും ഈ ഉമ്മത്തിലേക്ക് എത്തിച്ചു തന്ന ത്യാഗീവര്യനായ മഹാനായ ഇമാം ബുഖാരി റഹിമഹുല്ലയെക്കുറിച്ച് തന്നെയാണ് വിമർശനങ്ങളുടെ കൂരമ്പുകൾ ഏറെ ആക്ഷേപങ്ങളായി വന്നിട്ടുള്ളത് എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കുന്നു. ഒരാരോപണം വിശുദ്ധ ഖുർആൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് വ്യക്തമാക്കിയ കാര്യമാണല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാഹിറല്ല, മജ്നൂനല്ല എന്നൊക്കെ. എന്നാൽ പിന്നെ എങ്ങനെയാണ് സ്വഹീഹുൽ ബുഖാരിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ബാധിച്ചിട്ടുണ്ട് എന്ന് വന്നിട്ടുണ്ടല്ലോ, എങ്ങനെ നമ്മൾ അതിനെ വിശ്വസിക്കുമെന്നത് അതൊരാൾ വിമർശിക്കുന്നത് നോക്കൂ. പ്രവാചകന് സിഹർ ബാധിച്ച ഹദീസ് റിപ്പോർട്ട് ചെയ്തത് ആയിഷ ബീവിയാണ്. സിഹർ ബാധിച്ചിട്ട് എന്താ ചെയ്തത്, എന്താ സംഭവിച്ചത്? നബിക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടായി. ബുഖാരിയില് മുസ്ലിമില് ഒക്കെ എഴുതി വെച്ചു. ആ ഹദീസ് കേൾക്കണം നിങ്ങൾക്ക്. ആയിഷ ബീവി റിപ്പോർട്ട് ചെയ്യുന്ന ആയിഷ, ഇത് ബുഖാരിയിലെ 5432, 5765 തുടങ്ങിയ നമ്പറുകളിൽ ഒന്നിലധികം തവണ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ആയിഷ ബീവി പറയുന്നു, കാന റസൂലുള്ളാഹ്, പ്രവാചകന് സിഹർ ബാധിച്ചു, മാരണം ബാധിച്ചു, കൂടോത്രം ബാധിച്ചു പ്രവാചകന്. എങ്ങനെ? ഹത്താ കാന യറാ അന്നഹു യഅതി നിസാ വലാ യഅതിഹിന്ന, പ്രവാചകൻ ഭാര്യമാരെ സമീപിച്ചു, പക്ഷേ സമീപിക്കാറുണ്ട്, പക്ഷേ നബിക്ക് ഭാര്യമാരെ സമീപിച്ചില്ല എന്ന് തോന്നും. ഭാര്യമാരെ സമീപിക്കൂല, സമീപിച്ചു എന്ന് തോന്നും. ഇവിടെയൊക്കെ ഭാര്യയാണ് വിഷയം, ഇവിടെയൊക്കെ ലൈംഗികതയാണ് വിഷയം. ആരെക്കുറിച്ചാണ് ഇത് പറയുന്നത് എന്ന് ഓർക്കണം. ലോകത്തിന് വെളിച്ചം നൽകാൻ വേണ്ടി ദൈവം തമ്പുരാൻ നിയോഗിച്ചയച്ച ഒരു മഹാഗുരുവിനെ കുറിച്ച് ഇപ്പറഞ്ഞ ബുഖാരി എഴുതി വെക്കുന്നു. ഏറെ വിമർശന വിധേയമായ വിഷയമാണ് പ്രവാചകർക്കെതിരെ ജൂതന്മാർ സിഹർ ചെയ്തു എന്ന് പറയുന്ന വിഷയം. ഇത് ഇമാം ബുഖാരിയല്ല ആദ്യം പറയുന്നത്, നബിയാണ് ആദ്യം പറഞ്ഞത്. നബിയോട് പറഞ്ഞത് ജിബ്രീലാണ്. അതൊക്കെ ഹദീസിൽ വ്യക്തമായി വന്നതാണ്. നബിതങ്ങൾ പറയുന്നത് ആയിഷ ബീവിയോടാണ്. നബിയിൽ നിന്ന് 7 സ്വഹാബിമാരാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത്. വ്യത്യസ്തമായ 50-ലേറെ പരമ്പരകളാണ് ഈ ഹദീസ് ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ കാലം വരെയുള്ള അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ നബിതങ്ങൾ നബിയാണ് എന്നതിന് തെളിവായിട്ടാണ് ഈ ഹദീസിനെ നോക്കിക്കണ്ടത്, വിമർശനമായിട്ടല്ല. നബിയുടെ നുബുവത്തിന് ഒരു അടയാളമായിക്കൊണ്ടാണ് പലരും ഇതിനെ ചൂണ്ടിക്കാണിച്ചത്. ഇമാം ബൈഹഖി റഹിമഹുല്ലാഹ് കിതാബുണ്ട് ദലായിലുൻ നുബുവ്വ എന്ന പേരിൽ. നുബുവത്തിൻ്റെ ദലീലുകൾ, നബിയാണ് എന്ന് തെളിയിക്കാവുന്ന സംഭവങ്ങൾ മാത്രമാണ് അദ്ദേഹം ഹദീസ് കിതാബിൽ കൊടുത്തത്. അങ്ങനെ വന്ന കുറേ ഹദീസുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കല്ലുകൾ സലാം പറഞ്ഞത്, മരങ്ങൾ വന്നത്, ഒട്ടകം വന്ന് പരാതി പറഞ്ഞത്, കയ്യിൽ നിന്ന് വെള്ളം വന്നത്, ഇങ്ങനെ തുടങ്ങി നബിയുടെ നുബുവത്ത് സ്ഥാപിക്കാവുന്ന അടയാളങ്ങൾ, നബിയിൽ നിന്ന് വെളിപ്പെട്ട അടയാളങ്ങൾ, അതുമാത്രം നൽകിയ കിതാബാണ് ദലായിലുൻ നുബുവ്വ. ആ കിതാബ് ഇമാം ബൈഹഖി ഈ സംഭവം കൊടുത്തു. എന്തിന്? നബിയാണെന്ന് തെളിയിക്കാൻ ഈ സംഭവം തെളിവാണ്. അതെങ്ങനെ തെളിവാവുക? നബിയെപ്പറ്റി മുശ്രിക്കീങ്ങളുടെ വിമർശനം, ഇത് നബിയല്ല, ഇദ്ദേഹം ഒരു സാഹിറാണ്, സിഹർ ചെയ്യുന്ന, മായാജാലം ചെയ്യുന്ന ഒരാളാണ് എന്നാണ് അവർ നബിയെപ്പറ്റി വിമർശിക്കുന്നത്. സാഹിറിന് ഒരിക്കലും സിഹർ ബാധിക്കുകയില്ല. കാരണം സാഹിർ ശൈത്താൻ്റെ ഏജൻ്റാണ്, സിഹർ ശൈത്താൻ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന പണിയുമാണ്. അതുകൊണ്ട് സാഹിറിന് സിഹർ ബാധിക്കില്ല. നബിക്ക് സിഹർ ബാധിച്ചു എന്ന് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ നബി സാഹിർ അല്ല എന്ന് ഉറപ്പായി. സാഹിർ അല്ലെങ്കിൽ പിന്നെ ആരാണ്? നബിയാണ്. അവരെ വാദം ഈ അത്ഭുതമൊക്കെ കാണുന്നത് സാഹിർ ആയതുകൊണ്ടാണെന്നാണ്, നബി ആയതുകൊണ്ടൊന്നുമല്ല. അപ്പോൾ സാഹിറാണെങ്കിൽ ഒരിക്കലും സിഹർ ബാധിക്കുകയില്ല. പക്ഷേ നബിക്ക് സിഹർ ബാധിച്ചു, അപ്പോൾ അതിനർത്ഥം നബി സാഹിറല്ല, അപ്പം നബിയാണ് എന്ന് ഇത് തെളിവായി സ്വീകരിക്കാം എന്ന് ഇമാം ബൈഹഖി ഹിജ്റ 400 ജീവിച്ച പണ്ഡിതനാണ്, 1000 കൊല്ലം മുമ്പ് ജീവിച്ച പണ്ഡിതനാണ്. അദ്ദേഹം അന്ന് അത് രേഖപ്പെടുത്തി വെക്കുന്നു. മാത്രവുമല്ല, അതിൽ നിന്ന് ഒരുപാട് മസ്അലകൾ, ഒരുപാട് പാഠങ്ങൾ ഉമ്മത്തിന് യഥാർത്ഥത്തിൽ ഉണ്ട്. വിശ്വാസരംഗത്തും കർമ്മരംഗത്തുമുള്ള ധാരാളം പാഠങ്ങൾ ലഭിച്ചത് ഈ ഒറ്റ സംഭവത്തിലൂടെ. ജൂതന്മാരുടെ ശത്രുതയാണ് അത് കാണിക്കുക. ജൂതന്മാർ നബിക്കെതിരെ പലതരം തന്ത്രങ്ങൾ മെനഞ്ഞു. വാരിക്കുഴി ഉണ്ടാക്കി നബിയായി ചാടിക്കാൻ വരെ നോക്കി, വിഷം കൊടുത്തു കൊല്ലാൻ നോക്കി. എന്ന കൂട്ടത്തിൽ അവർ നോക്കിയ മറ്റൊരു ശ്രമമായിരുന്നു നബിക്കെതിരെ സിഹർ ചെയ്യുക. അപ്പം അവരെ കൂട്ടത്തിൽ സിഹറിൽ അഗ്രഗണ്യരായ ഒരുപാട് മനുഷ്യന്മാർ അന്നുണ്ട്. അതിൽപ്പെട്ട ലബീദ് ഇബ്നു ആസം എന്ന് പറയുന്ന അവരുടെ ഏറ്റവും വലിയ സാഹിറിനെ ഇവർ പോയി കണ്ട് അയാളുടെ പ്രതിഫലം വരെ പറഞ്ഞുറപ്പിച്ച് സംഖ്യ നിശ്ചയിച്ച് ആ അടിസ്ഥാനത്തിൽ നബീദിനെ കൊണ്ട് സിഹർ ചെയ്യിക്കുകയാണ് അവർ ചെയ്തത്. നബിക്ക് വിഷം കൊടുത്തു എന്ന് ഹദീസിലില്ലേ? എന്തിനായിരുന്നു അത്? അതിന് അവസാന ന്യായം പറഞ്ഞാൽ ഇത് നബി അല്ലെങ്കിൽ ഇതോടെ ആ ശല്യം ഒഴിവായി കിട്ടും, നബി ആണെങ്കിലോ അള്ളാഹു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയും ചെയ്യും. അതുണ്ടായത് അള്ളാഹ് രക്ഷപ്പെടുത്തി.
അത്തരം കുതന്ത്രങ്ങളിൽപ്പെട്ട കുതന്ത്രം മാത്രമാണ് നബിക്കെതിരെ സിഹ്ർ ചെയ്തു വന്നത്. അത് സ്വഹീഹ് ബുഖാരിയിൽ 6 പ്രാവശ്യം ഈ ഹദീസ് വന്നിട്ടുണ്ട്. സ്വഹീഹ് മുസ്ലിമിൽ ഈ ഹദീസുണ്ട്. ഇമാം അഹ്മദിൻ്റെ മുസ്നദിൽ ഈ ഹദീസുണ്ട്. ഇമാം മാലിക്കിൻ്റെ മുവത്തൽ ഈ ഹദീസുണ്ട്. ഒട്ടുമിക്ക ഹദീസ് ഗ്രന്ഥങ്ങളിലും ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അഖീദ പഠിപ്പിക്കുന്ന കിതാബുകളൊക്കെ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശേഷം ഇബ്നു തൈമിയ, ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അടക്കമുള്ള ഇമാംമാർ മുഴുവൻ ഈ ഹദീസ് അംഗീകരിച്ചും രേഖപ്പെടുത്തിയും അതിൽ നിന്നുള്ള ഒരുപാട് പാഠങ്ങളെ പകർന്നു നൽകിയും പോന്നതാണ്. ഇത് വിമർശിച്ച ആളുകളെ ഇബ്നു ഖയ്യിമൊക്കെ സാദുൽ മആദിൽ വളരെ നിശിതമായി വിമർശിക്കുകയും അവരുടെ അറിവില്ലായ്മയെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത് കാണാൻ കഴിയും. ഈ ഹദീസ് മുസ്ലിം ലോകത്ത് തർക്കമില്ലാതെ അംഗീകരിക്കപ്പെട്ട ഹദീസാണ്. മുസ്ലിം ലോകത്ത് ഒരാളെങ്കിലും ഈ ഹദീസ് ശരിയല്ല എന്നോ ദഈഫാണ് എന്നോ ഖുർആനെതിരാണ് എന്നോ ഒരു ഇമാമും ഒരു സ്ഥലത്തും രേഖപ്പെടുത്തിയിട്ടില്ല. ഈ പറയപ്പെട്ട മുഅ്തസിലികളാണ് ആദ്യമായി അതിനെതിരെ വിമർശനം കൊണ്ടുവന്നത്. പിന്നെ നമ്മളെ ക്ലിപ്പ് കേട്ടത് പ്രകാരം ചിലതൊക്കെ അർത്ഥം വെച്ചപ്പോൾ തെറ്റിച്ചർത്ഥം വെച്ചാണ്. നബി തങ്ങൾ ഭാര്യമാരെ സമീപിച്ചു എന്ന് തോന്നും, സമീപിച്ചിട്ടുണ്ടാവുകയില്ല. അങ്ങനെയല്ല ഹദീസിലുള്ളത്. അങ്ങനെ ഹദീസിലില്ല. സമീപിച്ചു എന്ന് തോന്നും, സമീപിച്ചിട്ടില്ല എന്നല്ല. എത്തിയെന്ന ഭാര്യമാരെ സമീപിക്കണം എന്ന് വിചാരിക്കും, പക്ഷെ സമീപിക്കാൻ കഴിയില്ല. ഇന്ന് ഭാര്യയുമായി ബന്ധപ്പെടണം എന്ന് നബി വിചാരിക്കും, പക്ഷെ ബന്ധപ്പെടാനുള്ള ഒരു ഉന്മേഷം കിട്ടുന്നില്ല. അത് ബന്ധപ്പെടാൻ പറ്റില്ല. അത് നബിക്കുണ്ടായത് ശരിയാണ്. അല്ലാതെ ബന്ധപ്പെടാതെ ബന്ധപ്പെട്ടു തോന്നില്ല. ബന്ധപ്പെടണം എന്ന് വിചാരിക്കുന്ന ദിവസങ്ങളിൽ ചിലപ്പോൾ നബിക്ക് ബന്ധപ്പെടാൻ ഒരു ഉന്മേഷമില്ല. അതാണ് ഹദീസ് പ്രത്യേകം. നശാത്ത്, ഉന്മേഷം നഷ്ടപ്പെടുന്നു. അതാണ് ഈ വിഷയത്തിൽ ഉണ്ടായത്. അത് നബിയുടെ ബുദ്ധിയെ ബാധിച്ചിട്ടില്ല. നബിക്ക് മാനസികമായ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. നബിയുടെ ശരീരത്തെ മാത്രമാണ് ഇത് ബാധിച്ചത്. ശാരീരികമായി ഒരു ഒരു ക്ഷീണം നബിക്കുണ്ടായി. ഇതാണ് ആ വിഷയത്തിലാകെ ഉണ്ടായത്. അത് ആദ്യകാലത്ത് നബിക്ക് മനസ്സിലായില്ല. ഇത് സിഹ്റാണ്, മനസ്സിലായില്ല. അപ്പോൾ എന്തോ ക്ഷീണം, ഒന്നിനും ഒരു ഉന്മേഷം കിട്ടുന്നില്ല. അങ്ങനെ നബി തങ്ങൾ ഹിജാമ ചെയ്തു. എന്തെങ്കിലും രക്തത്തിൻ്റെ പ്രശ്നം ആണെങ്കിൽ, അശുദ്ധമായ രക്തം കണ്ട് പോയാൽ ഒന്ന് ഉഷാറാവുമല്ലോ, അതിനുവേണ്ടി ഹിജാമ വരെ നബി തങ്ങൾ ചെയ്തു. ഹിജാമ ചെയ്തിട്ടും പ്രത്യേകിച്ചതുകൊണ്ട് മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല. പലവിധ പരിഹാര വഴികൾ നബികൾ ചെയ്തു നോക്കി, പക്ഷെ ഒന്നും കിട്ടുന്നില്ല. പിന്നെ നബി തങ്ങൾ അല്ലാഹുവോട് ഒരുപാട് ദുആ ചെയ്ത് പഠിച്ചോനെ എന്താ സംഭവിച്ചറിയില്ല, റബ്ബിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെയാണ് ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മീക്കായിലും കൂടെ വന്നിട്ട് നബിയുടെ മുമ്പിൽ വരുന്നത്. ജിബ്രീലും മീക്കായിലും വന്ന് മീക്കായിൽ ജിബ്രീലിനോട് ചോദിക്കുകയാണ്, എന്തു പറ്റി ഈ മനുഷ്യനെ? അപ്പോൾ ജിബ്രീൽ പറയാണ്, മത്ബൂബുൻ, സിഹ്ർ ചെയ്യപ്പെട്ടതാകുന്നു. അപ്പോൾ മീക്കായിൽ ചോദിച്ചാൽ ആരാണ് ചെയ്തത്? ലബീദാണ്. എവിടെയാണ് ചെയ്തത്, എങ്ങനെയാണ് ചെയ്തത് എന്നൊക്കെ ചോദിക്കുന്നു. ജിബ്രീൽ മറുപടി പറഞ്ഞു. ഇത് നബി ഇങ്ങനെ കേൾക്കുകയാണ്. അപ്പോഴാണ് നബിക്ക് മനസ്സിലായി ഇതാണ് വിഷയം. അപ്പോഴേക്ക് മാസങ്ങൾ പിന്നിട്ടുണ്ട്. അങ്ങനെ നബി സ്വഹാബികളെ പറഞ്ഞയച്ചു. ഇവർ സംസാരിച്ച ആ ലക്ഷണമൊത്ത സ്ഥലത്ത് പോയി നോക്കി, പറഞ്ഞ കാര്യങ്ങൾ കിട്ടി, ഇവർ പറഞ്ഞ പ്രതിവിധികൾ സ്വീകരിച്ചു. അതോടി അത് അവസാനിച്ചു. എന്നിട്ട് ആയിഷാബിയോട് നബി പറയുന്നു, ആയിഷ, ഞാൻ പടച്ച റബ്ബിനോട് പരിഹാരം തേടിയ വിഷയത്തിൽ റബ്ബെനിക്ക് പരിഹാരം നൽകിയിരിക്കുന്നു. പടച്ച റബ്ബിനോട് പരിഹാരം തേടിയ കാര്യത്തിൽ അല്ലാഹ് എനിക്ക് പരിഹാരം നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഹദീസ് ആരംഭിക്കുന്നതിന്. അപ്പോൾ ജിബ്രീലും മീക്കായിലുമാണ് പറഞ്ഞത് നബിക്ക് സിഹ്ർ ചെയ്യപ്പെട്ടു എന്നുള്ളത്. അത് നബിയാണ് ആയിഷബിയോട് പറഞ്ഞു കൊടുത്തത് ഇങ്ങനെ ഉണ്ടായി, അല്ല ബുഖാരി സ്വന്തം ആലോചിച്ചുണ്ടാക്കി പറഞ്ഞതല്ല. അതാണ് ഈ വിഷയത്തിലെ ഹദീസിലെ ശരിയായ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പം നബിക്ക് ആശ്വാസം കിട്ടി, പരിഹാരമായി, അതോടെ അവസാനിക്കുക. അത് മൊത്തത്തിലുണ്ടായിരുന്ന ടേം 6 മാസമാണ്. ഈ ക്ഷീണം ആരംഭിച്ച കാലം മുതൽ ഇത് പൂർണ്ണമായും മുക്തമാകുന്ന വരെയുള്ള കാലം 6 മാസം. ആദ്യത്തെ കാലത്ത് നബിക്ക് അറിയില്ല, സിഹ്റാണെന്ന് അറിയില്ല. അതുകൊണ്ട് ചില ഹദീസിൽ കാണും 1 മാസം, ചില ഹദീസിൽ കാണും 6 മാസം. അപ്പോൾ ചില ആളുകൾ ഇറങ്ങിയിട്ട് പറഞ്ഞു ഇത് പരസ്പരം വൈരുദ്ധ്യമാണ്. ഒരു ഹദീസ് 6 മാസം പറയാം, മറ്റേ ഹദീസ് 1 മാസം പറയാം. ഇതെന്താ ഇങ്ങനെ? അത് ടോട്ടൽ ടേം 6 മാസം. എന്നാൽ സിഹ്റാണെന്ന് അറിഞ്ഞത് മുതൽ പരിഹാരം കിട്ടുന്ന വരെയുള്ള സമയമാണ് മറ്റു റിപ്പോർട്ടുകളൊക്കെ പറഞ്ഞത്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് സാദുൽ മആദിൽ കിതാബു തിബ് ചികിത്സയുമായി ബന്ധപ്പെട്ട ഭാഗത്ത് വളരെ വിശദമായി അദ്ദേഹം ഈ എല്ലാ റിപ്പോർട്ടിനെയും ക്രോഡീകരിച്ചുകൊണ്ട് പറയുന്നത് കാണാൻ കഴിയും. അല്ലാഹു അഅലം.